ഹലോ. അപ്പോൾ ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് ഒരു ബേബി ബ്ലാങ്കറ്റ് ആട്ടോ. കഴിഞ്ഞ പ്രാവശ്യത്തെ പോലെ ഒരു സാൻഡയുടെ ക്ലിപ്പ് നമ്മൾ പരീക്ഷ നോക്കിയിട്ടുണ്ടായിരുന്നു. ഇതും ഒരു പരീക്ഷണമാണ്. കാരണം ബ്ലാങ്കറ്റ് ഒന്നും നമുക്ക് അത്രയും വലുത് ഉണ്ടാക്കാമെന്ന് വെച്ചാൽ പോസിബിൾ അല്ല. നമുക്ക് ഓർഡർ കിട്ടിയതിനനുസരിച്ച് മാത്രം അത്രയും വലുതൊക്കെ ഉണ്ടാക്കാൻ പറ്റുള്ളൂ. കാരണം നമ്മൾ ഉപയോഗിക്കുന്ന നൂല് അത്രയും ക്വാളിറ്റി സാധനമാണ്. ഈ നൂല് തന്നെ ഭയങ്കര പഫ്, നല്ല രസമാണ്. അതായത് കുട്ടികൾക്കൊക്കെ ഭയങ്കര സോഫ്റ്റ്, നല്ല സുഖമായിരിക്കും കിടക്കാനായിട്ട്. അപ്പം ഒരുവിധം എൻ്റെ സ്റ്റിച്ചസോള് ഞാൻ കംപ്ലീറ്റ് ആക്കിയിട്ടുണ്ട്. ഇത് ഉണ്ണോളനെ കിടത്തണം ഒരു പോർഷൻ. ആ ഒരു പോർഷൻ ഇതാക്കിയിട്ട് സൈഡിൽ ഫുള്ളും ഇങ്ങനെ ബാക്ക് സ്റ്റിച്ച്, ഫ്രണ്ട് സ്റ്റിച്ച്, ബാക്ക് സ്റ്റിച്ച്, ഫ്രണ്ട് സ്റ്റിച്ച് ഇതിങ്ങനെ മാറ്റിയിട്ടാണ് ആ സൈഡ് ഫുള്ളും ഞാനിനി കംപ്ലീറ്റ് ആക്കാൻ പോണേ. കാരണം ഒരു ഭംഗി വേണ്ടേ. സംഭവം സ്റ്റിച്ചസോൾ എനിക്ക് കുറച്ച് ബുദ്ധിമുട്ട് തോന്നിയ സ്റ്റിച്ച് ഇതാണ്. കാരണം ഫ്രണ്ട് ബാക്കും അങ്ങോട്ടും ഇങ്ങോട്ടും എനിക്ക് മാറിപ്പോയായിരുന്നു. ഇതാണ് ഞാൻ പറഞ്ഞ ഫ്രണ്ട് സ്റ്റിച്ച് ആൻഡ് ബാക്ക് സ്റ്റിച്ച്. ഇങ്ങനെയല്ല കേട്ടോ ഇതിൻ്റെ പേര് പറയുക. ആക്ച്വലി ഇതിൻ്റെ ഒരു നമ്മൾ DC ചെയ്തിട്ട് ഉള്ളുകൂടെ എടുക്കും, ബാക്കോട് എടുക്കും, ഉള്ളുകൂടെ എടുക്കും, ബാക്കോട് എടുക്കും. ഞാനിതെന്താ ചെയ്തേ, ചിലപ്പോൾ ബാക്കോട് എടുക്കും, ബാക്കോട് എടുക്കും, ഉള്ളുകൂടെ എടുക്കും, ബാക്കോട് എടുക്കും. ഇത് അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ തെറ്റിച്ച് ഞാൻ ഫുൾ അഴിച്ചിട്ട് രണ്ടാമത് എനിക്ക് പണിയേണ്ട വന്നു. ഇത്രയും വലിപ്പം ഞാൻ എടുക്കുന്നുള്ളൂ. കാരണം നമ്മൾ അത്രയും വലിയ ബേബി ബ്ലാങ്കറ്റ് ചെയ്തിട്ട് നമുക്ക് കാര്യമില്ല. കാരണം നമ്മുടെ നിന്ന് സെയിലായി പോയില്ലെങ്കിൽ നമുക്കത് വളരെ നഷ്ടമായിരിക്കും. കാരണം ബേബി ബ്ലാങ്കറ്റിനൊക്കെ അത്യാവശ്യം ഒരു റേറ്റ് വരും. അതുകൊണ്ടാണ് വെറുതെ സാമ്പിളായിട്ട് നമ്മളിപ്പോൾ അതായത് നമ്മുടെ ഓൺലൈനിൽ നമുക്ക് സെയിൽ ചെയ്യണതിന് നമ്മൾ ഓരോന്നിങ്ങനെ പരീക്ഷിച്ച് പുതിയ ഐറ്റംസ് കൊണ്ടുവരണമല്ലോ. അങ്ങനെ പരീക്ഷണമായിട്ട് ഞാൻ ചെയ്യണതാണ് ഈ ബേബി ബ്ലാങ്കറ്റ്. നമുക്ക് പല പാറ്റേണിൽ പല ഇതിൽ നമുക്കിത് അവൈലബിൾ ആക്കാൻ പറ്റും. ഇപ്പോൾ ഇതിൽ കാർട്ടൂൺ ക്യാരക്ടേഴ്സ് വേണമെങ്കിൽ അങ്ങനെ ആഡ് ചെയ്യാം. ഇതൊക്കെ നമുക്ക് ബേബി ബ്ലാങ്കറ്റിൽ നമുക്ക് ചെയ്യാൻ പറ്റും കേട്ടോ. ഇത്രയും വലിപ്പം ഞാൻ ആക്കുന്നുള്ളൂ. നമുക്കിതിൻ്റെ വീതി നീളം ഈ പാറ്റേൺ അനുസരിച്ച് നമുക്ക് നീട്ടാം. ഇപ്പം നിങ്ങൾക്ക് എന്തോരം വലിപ്പം വേണം അതിനനുസരിച്ചിട്ട് നമ്മുടെ അതായത് നമ്മൾ ഓരോ സെൻറ്റിമീറ്ററിനും ഓരോ ചെയിൻ അങ്ങനെയാണ് നമ്മൾ എടുക്കുക. അപ്പോൾ 18 സെൻറ്റിമീറ്റർ വേണമെങ്കിൽ അത്രയും ചെയിനോളം നമ്മൾ വെച്ചിട്ടാണ് പിന്നെ മുകളിലേക്ക് നമ്മൾ ഓരോന്നായിട്ട് ചെയ്യുക കേട്ടോ. പിന്നെ ഇത് വയ്ക്കുമ്പോൾ എൻ്റെ മുഖത്തെ എക്സ്പ്രഷനോടും ഇരിപ്പും നമ്മൾ കുറേ ഇരുന്നും കിടന്നും മലർന്നും ഒക്കെ ഈ പരിപാടി ചെയ്യും. കാരണം കണ്ടിന്യൂസ് നമുക്ക് ഇരിക്കുമ്പോൾ നമുക്ക് അതിൻ്റേതായിട്ടുള്ള ബുദ്ധിമുട്ടുകളുണ്ടാകും. കാരണം ഒരു കാര്യം ചെയ്യുമ്പോൾ ഇതൊക്കെ ഫുൾ കൈ കൊണ്ട് ചെയ്യണത് കാരണം കുറേ ടൈം എടുക്കും നമുക്ക്. അപ്പം അത്രയും നേരം ഇരിക്കാമെന്ന് വെച്ചാൽ പോസിബിളായിട്ടുള്ളൊരു കാര്യമല്ല. ഇതാണ് ഞാൻ പറഞ്ഞ സ്റ്റിച്ച്. സൈഡിലൊരു ഇടയിലൊരു ക്യാപ്പ്, പിന്നെ ഒരു പാറ്റേൺ വരും, ഇടയിലൊരു ക്യാപ്പ്, പിന്നെ ഒരു പാറ്റേൺ വരും. അങ്ങനെയാട്ടോ നമ്മൾ ഫുൾ ചെയ്ത് പോയിട്ടുള്ളത്. ബാക്ക്ഗ്രൗണ്ട് സ്കോർ നോക്കണ്ട. ചെറിയ കൊച്ചി കിടന്ന് കുളിറതാണ് ഇവിടെ കിടന്നിട്ട്. അവനെ പഠിക്കാതിരുത്തിയപ്പോൾ അവന് ഗ്യാപ്പ് വേണമെന്ന് ഭയങ്കര അനുസരണേ. കാരണം ഒരു കാര്യം ചെയ്യരുതെന്ന് പറഞ്ഞാൽ അത് മാത്രമാണ് അവൻ ചെയ്യുള്ളൂ. ഇനി കുറച്ച് നേരം അവൻ്റെ പാട്ട് കേൾക്കാം. ഒരു പാട്ട് പാടിയേ. കാക്കേ 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 കൂട്ടിനകത്തൊരു കുഞ്ഞിനു തീറ്റ കിട്ടാഞ്ഞല്ല കൊടുക്കാൻ ഞാൻ കുഞ്ഞു കിടന്നു കരയായിരുന്നു. നല്ല കരയൂലേ കുഞ്ഞേ. നാണം വന്നു. ഇനി എന്തായാലും അവൻ്റെ സൗണ്ട് ഉണ്ടാവില്ല. എസ് പപ്പ കയറി. അപ്പം ജോണി പഠിക്കോ. അങ്ങനെ നമ്മുടെ പാറ്റേണിൻ്റെ ഒരുവിധമൊക്കെ റെഡിയാക്കി എടുത്തിട്ടുണ്ട്. നമ്മളിത് ഇത്രേ ചെയ്യണുള്ളൂ. അപ്പോൾ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാം. ടാറ്റാ. ഇതിൻ്റെ വലുത് നമുക്ക് ഓർഡർ കിട്ടുമ്പോൾ ഇതിൻ്റെ വലുത് ചെയ്തത് നമുക്ക് കാണിച്ചു തരാം കേട്ടോ.